ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം അല്ലെങ്കിൽ TCS. പുതിയ വണ്ടികളിലെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരു TCSന്റെ സ്വിച്ച്. പലരും അതിന്റെ ഉപയോഗം അറിയാണ്ട് പ്രസ് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. ശരിക്കും അത് ഏത് സിറ്റുവേഷനിലാണ് നമുക്ക് ഗുണം ചെയ്യുന്നത് നോക്കാം. പേര് പറയുന്ന പോലെ തന്നെ ട്രാക്ഷനെ കൺട്രോൾ ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ വീല് ലോക്ക് ആവുമ്പോൾ നമ്മുടെ കയ്യിലല്ല പിന്നെ വണ്ടി. അതുകൊണ്ടാണ് ABS വീല് ലോക്ക് ആവാണ്ട് ആന്റി ബ്രേക്കിംഗ് സിസ്റ്റം കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ട്രാക്ഷൻ കൺട്രോൾ വർക്ക് ചെയ്യുന്നത്. ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ വീൽ സ്പിൻ ആയി കഴിയുമ്പോൾ ഫ്രണ്ട് വീൽ വണ്ടിയുടെ ആണെങ്കിൽ ഫ്രണ്ട് ഇങ്ങനെ ഒരു സൈഡിലേക്ക് പോകാനും നമ്മൾ അന്നേരം സ്റ്റിയർ ചെയ്യുമ്പോൾ ആ സ്റ്റിയറിംഗിന്റെ എഫക്ട് റോഡിലേക്ക് വരുത്തേയില്ല. റെയിൽ വീൽ വണ്ടി ആണെങ്കിൽ ടെയിൽ ഔട്ട് ആവാനും തിരിച്ച് കറങ്ങി തിരിഞ്ഞു വരാനൊക്കെയുള്ള ചാൻസസ് ഉണ്ട്. സോ അതുപോലത്തെ സിറ്റുവേഷൻസിലാണ് ട്രാക്ഷൻ കൺട്രോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. പവർ എഫിഷ്യന്റ് ആയിട്ട് പുട്ട് ഡൗൺ ചെയ്യാനും എക്സസ് പവർ വന്ന് വീൽ സ്പിൻ ചെയ്യുന്ന ആ സെക്കൻഡിൽ വീൽ ഗ്രിപ്പ് വിടുന്ന ആ സെക്കൻഡ് മനസ്സിലാക്കി അവിടെ പവർ കട്ട് ചെയ്യാനും. അപ്പോൾ നമ്മൾ വിചാരിക്കണ്ടാവും ഈ സാധാ 1.5 1.2 ലിറ്റർ കപ്പാസിറ്റി ഉള്ള വണ്ടികൾക്കൊക്കെ ഈ വീൽ സ്പിൻ ഒക്കെ എപ്പോഴും പോസിബിൾ ആണോ? നമ്മുടെ സാധാ വണ്ടികളിൽ TCS കൊടുത്തേക്കുന്നത് എപ്പോഴും നോർമൽ സിറ്റുവേഷൻസിൽ ഫലപ്രദമാവാനല്ല. നല്ല വെറ്റ് സർഫേസിലും അല്ലെങ്കിൽ സ്മൂത്ത് സ്ലിപ്പറി സർഫേസിലൊക്കെ ഇത് ഗുണം ചെയ്യും. പക്ഷേ നമ്മൾ ചിന്തിച്ച പോലെ തന്നെ ശരിക്കും ഗുണം ചെയ്യുന്നത് നല്ല പവർ ഔട്ട്പുട്ട് ഉള്ള എപ്പോൾ ചവിട്ടിയാലും വീൽ സ്പിൻ ആവുന്ന ടൈപ്പ് ഡിസ്പ്ലേസ്മെന്റും HP ഒക്കെ പുഷ് ചെയ്യുന്ന വണ്ടികളിലാണ് TCS ഏറ്റവും കൂടുതൽ ബലം ചെയ്യുന്നത്. ട്രാക്ഷൻ പോയിട്ട് ടെയിൽ ഔട്ട് ചെയ്ത് ഡ്രിഫ്റ്റ് ചെയ്യാനൊക്കെ സ്കില്ലുള്ള ആൾക്കാർ എപ്പോഴും ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്തിട്ട് തന്നെയാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഗ്രിപ്പ് വിടാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം വിൽ ഫൈറ്റ് ടു റിറ്റെയിൻ ദ ഗ്രിപ്പ്. നമ്മൾ ഡ്രാഗ് റേസസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ലോഞ്ച് കൺട്രോൾ ഒക്കെ ഇട്ട് വണ്ടി ലോഞ്ച് ചെയ്യാൻ നിൽക്കുമ്പോൾ ട്രാക്ഷൻ കൺട്രോൾ ഏറ്റവും ലോവസ്റ്റ് സെറ്റിങ്ങിലേക്ക് മാറ്റും, അല്ലെങ്കിൽ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യുന്നേക്ക്. കാരണം നമുക്ക് അങ്ങനത്തെ സിറ്റുവേഷൻസിൽ മാക്സിമം പവർ പുട്ട് ഡൗൺ ചെയ്യണം. ട്രാക്ഷൻ കൺട്രോൾ പക്ഷേ അത് റെസ്ട്രിക്ട് ചെയ്യും. മോഡേൺ സൂപ്പർ കാർസിലും പുതിയ വണ്ടികളിലൊക്കെ ട്രാക്ഷൻ കൺട്രോൾസിൽ ഒത്തിരി ലെവൽസ് ഉണ്ട്. ലെവൽ കൂടും തോറും ട്രാക്ഷൻ കൺട്രോളിന്റെ പവർ കട്ട് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. ഓരോ സിറ്റുവേഷൻസിലും പല രീതിക്ക് ട്രാക്ഷൻ കൺട്രോൾ ബിഹേവ് ചെയ്യും. പല ടെറൈൻസിലും പല രീതിക്ക് ട്രാക്ഷൻ കൺട്രോൾ വർക്ക് ചെയ്യും.